അതിപുരാതനമായ തേവലക്കര ദേശത്തെപ്പറ്റിയും ഇവിടെ കബറടങ്ങിയിരിക്കുന്ന മാർ ആബോ പിതാവിനെ പറ്റിയും ഉള്ള ചരിത്ര വിശദീകരണങ്ങളൊന്നും ഈ സന്ധ്യയിൽ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. 10-16 നൂറ്റാണ്ടുകളുടെ ചരിത്രം സജീവമായി നിലകൊള്ളുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ പശ്ചാത്തലമുള്ള ഈ പ്രദേശത്ത് സുറിയാനി രാജ്യത്തു നിന്നും വന്ന ആബോ പിതാവ് ഈ ദേശത്തേക്ക് വരികയും ഇവിടെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുകയും തന്റെ ജീവിതവും തന്റെ പ്രാർത്ഥനയും അനേകർക്ക് മധ്യസ്ഥതയായി തീരുകയും ചെയ്ത ജീവിത അനുഭവമാണ് മാർ ആബോ പിതാവിന്റെ ജീവിതത്തെ പ്രത്യേകതയുള്ളതാക്കി തീർത്തത്. അതിന്റെ പിൻതലമുറക്കാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ പ്രദേശത്തുള്ളവരും മലങ്കര സഭയുടെ വിവിധ സ്ഥലങ്ങളിൽ കടമറ്റത്തും ചെങ്ങന്നൂരും മാവേലിക്കരയിലും കായംകുളത്തും കുടശ്ശനാടും അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ഈ പുണ്യപിതാവിന്റെ പെരുന്നാൾ ആചരിക്കുന്ന പാരമ്പര്യവും പശ്ചാത്തലവും ഉണ്ടെന്ന് നമുക്കറിയാം. ഞാനിപ്പോൾ ഈ ദേവാലയത്തിലേക്ക് സന്ധ്യയിൽ കടന്നു വരുമ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ ദേവാലയത്തിലേക്ക് ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ സ്തോത്ര കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഭക്തിനിർഭരമായ പദയാത്ര നടത്തി കടന്നുവരുന്ന കാഴ്ച കാണുകയുണ്ടായി. എന്താണ് ആ യാത്രയ്ക്ക് അവരെ പ്രചോദിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും പൂർവികരിൽ നിന്നും വായുമൊഴിയായും വരമൊഴിയായും ലഭിച്ച സന്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ലഭിച്ച ജീവിത അനുഭവങ്ങൾ, ആബോ പിതാവിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയുള്ള ഒരു ചെറുപുസ്തകം കാണാനിടയായി. സൂക്ഷ്മമായ വായന നിർവഹിച്ചില്ലെങ്കിൽ തന്നെയും ഒറ്റനോട്ടത്തിൽ ആ പുണ്യപിതാവിന്റെ ജീവിതത്തെപ്പറ്റിയുള്ള ചില പരാമർശങ്ങൾ, അതുപോലെ തന്നെ ആ പുണ്യപിതാവിന്റെ പ്രാർത്ഥനാ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളുടെ ചില ഉദാഹരണങ്ങളൊക്കെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇത് ഏതാനും ചില പുസ്തകങ്ങൾ, ഏതാനും ചില ഉദാഹരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾ നേടിയിട്ടുള്ളവർ ഓരോരുത്തരും തങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ വചനത്തെപ്പറ്റി യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ അവസാന വാക്യം പറയുന്നത് പോലെ എല്ലാം രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ലോകത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ എണ്ണമറ്റ അനുഭവങ്ങളുടെ സംഗ്രഹം സ്വരൂപിക്കാൻ ഒരുപക്ഷെ സാധിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള രേഖപ്പെടുത്തലുകളേക്കാൾ ഉപരിയായി ജീവിത അനുഭവങ്ങൾ അത് പങ്കുവെക്കുകയും അനുഭവിക്കുകയും അതിൻ്റെ അനന്തരഫലമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയും ചെയ്യുന്ന പശ്ചാത്തലമാണ് ഈ പിതാവിൻ്റെ പെരുന്നാൾ നമുക്ക് ലഭിക്കാനുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ഏവങ്കേല്യ ഭാഗമായി സന്ധ്യയിലൂടെ വായിച്ചത്. യേശുമ്പുരാൻ അരുളി ചെയ്യുന്നു, ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്ര വരുത്തുവാൻ വന്നത്. ആ ഭാഗത്ത് തുടർന്ന് പറയുന്നു, 39-ാമത്തെ വാക്യത്തിൽ യേശുമ്പുരാൻ പറയുന്നു, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. കണ്ടെത്തുന്നതിനും കളയുകയും ചെയ്യുന്ന രണ്ടനുഭവങ്ങൾ. കളയാൻ മനസ്സുള്ളത് ആർക്കാണ്? കയ്യിലിരിക്കുന്നത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറുള്ളവരാരെങ്കിലും ഉണ്ടോ?
ഇല്ല. കയ്യിലുള്ളത് സ്വരൂപിച്ച് വെക്കണം, കയ്യിലുള്ളത് സൂക്ഷിച്ചു വെക്കണം. പെരുന്നാൾ ഇതുപോലെയുള്ള വലിയ പെരുന്നാൾ സ്ഥലങ്ങളിലും പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് നടത്തും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളും വിലയെടുപ്പുള്ള ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു കൊള്ളണം, മോഷ്ടാക്കൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ് സന്ദേശം. അതാണ് ഇന്ന് പറയുന്നത്. എന്നാൽ സുവിശേഷം പറയുന്നു, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും, തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. അപ്പോൾ കണ്ടെത്തുന്ന ജീവിതവും കളയുന്ന ജീവിതവും രണ്ട് വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കാം. മനുഷ്യന്റെ സാധാരണ സ്വഭാവമാണ് കണ്ടെത്തുക, നേടുക, കൂട്ടിവെക്കുക, സ്വരൂപിക്കുക, എത്രയും കൂടുതൽ ആർജിക്കുക. ആർജിച്ചെടുക്കുന്നതിനുള്ള മനുഷ്യന്റെ ആഗ്രഹം, സമ്പാദിക്കുന്നതിനുള്ള മനുഷ്യന്റെ ആഗ്രഹം, കൂട്ടിവെക്കുന്നതിനുള്ള മനുഷ്യന്റെ ശ്രമം, അധ്വാനം. പക്ഷേ ഈ കൂട്ടിവെച്ചതും സമ്പാദിച്ചതും ആർജിച്ചതും നേടിയതുമൊക്കെ എത്ര കാലം നിനക്ക് പ്രയോജനപ്പെടും? എന്നുവരെ നിനക്ക് പ്രയോജനപ്പെടും? ഏതെല്ലാം തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടും? നേടണ്ട എന്നോ കൂട്ടിവെക്കേണ്ടതില്ലെന്നോ ആർജിക്കേണ്ടതില്ല എന്നോ അർത്ഥമാക്കുന്നില്ല. ഇതെല്ലാം സാധാരണ ജീവിതത്തിന് ആവശ്യമാണ്. ധനം ആവശ്യമുണ്ട്, സമ്പത്തുകൾ ആവശ്യമുണ്ട്, വിദ്യ ആവശ്യമുണ്ട്. എങ്ങനെ നമുക്ക് രോഗപ്രകാരം ധാരാളം കാര്യങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഓരോ പ്രയോജനവുമുണ്ട്. പക്ഷേ നീ നേടാൻ ആഗ്രഹിച്ച പലപ്പോഴും അത് നിനക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അപ്പോൾ കളയുക എന്ന് പറയുമ്പോൾ കൈവീശി അത് വേദോസ്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളഞ്ഞാലും കുഴപ്പമില്ലെന്ന്. കളഞ്ഞവനൊക്കെ അതിനെ കണ്ടെത്തുമെന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. എന്റെ നിമിത്തം ക്രിസ്തുവിനെ പ്രതി തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ കളഞ്ഞവൻ. ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഈ ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ ഉണ്ടെന്ന് പറയാം. പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങിത്തിരിച്ചവൻ, മോശയെ മോശയെ എന്ന് വിളിച്ചപ്പോൾ വിക്കനായ മോശ യഹോവയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവൻ. അങ്ങനെ യഹോവയുള്ള വിശ്വാസത്തോടുകൂടി വിളിയുടെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച പഴയ നിയമ പിതാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ അവർക്കുണ്ടായിരുന്ന ധൈര്യം എന്തായാലും ചോദിച്ചാൽ, വിളിച്ചവൻ വിശ്വസ്തനാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ വിക്കനാണെങ്കിലും നിന്റെ നാവിന് ഞാൻ കൂടെ ഇരുന്ന് ബലപ്പെടുത്തും. ഈ ധൈര്യം കൊടുത്തവനായിരുന്നു യഹോവ. പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്, ഫോളോ മീ, എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത ആഹ്വാനമാണ്. ഈ ആഹ്വാനം കേട്ടുകൊണ്ട് വള്ളവും വലയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും തൊഴിലും ഒക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലന്മാർ, അവിടെയും അവർ പലരും ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ആരുടെ ശബ്ദം കേട്ടുകൊണ്ട്? നസ്രായനായ യേശുവിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, യേശുവിന്റെ വിളി കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവരായിരുന്നു അവർ. അന്ന് പലരും അവരെ ഒരുപക്ഷെ വിലയിരുത്തി കാണും, എന്ത് മണ്ടത്തരമാണ് അവർ കാണിക്കുന്നതെന്ന്. കാരണം ഉണ്ടായിരുന്ന തൊഴിൽ നഷ്ടപ്പെടുത്തി, കുടുംബത്തെ ഉപേക്ഷിച്ചു, മാതാപിതാക്കളെ ഉപേക്ഷിച്ചു, വള്ളവും വലയും ഉപേക്ഷിച്ചിട്ട് നസ്രായൻ എന്ന് പറയുന്ന ഒരാളിന്റെ പിറകെ ഇറങ്ങിത്തിരിച്ചത് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് കരുതി കാണുമായിരിക്കും കുറെ കാലത്തേക്കെങ്കിലും ചില ആളുകളെങ്കിലും.
പക്ഷേ അവരാണ് ഇന്നും സ്മരിക്കപ്പെടുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ധാരാളം മാതാക്കളും പിതാക്കളുമുണ്ട്. അവർ ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് അവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവർ. മറാബോ പിതാവിനെയും ആ കൂട്ടത്തിൽ വേണം നമുക്ക് കാണുന്നതിനെ. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പിതാവ്, 10-16 നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു പിതാവ് ഭാരതത്തിലേക്ക്, ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. കടന്നു വന്നത് ഇവിടെ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ച് ഒരു മതപരിവർത്തനത്തിന് വേണ്ടി വന്നതല്ല. പിന്നെയോ നസ്രായന യേശുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം, ത്യാഗത്തിന്റെ സുവിശേഷം, പ്രാർത്ഥനയുടെ നിർമ്മലത മലങ്കരയുടെ മക്കൾക്ക് അറിയിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന മറാബോ പിതാവ്. ആ പിതാവിൻ്റെ ധന്യമായ ജീവിതം പ്രാർത്ഥനയുടെയും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും, അതിന് പറയുന്ന മറ്റൊരു വാക്കാണ് ദൈവ സംസർഗം എന്ന് പറയുന്നത്. ദൈവ സംസർഗത്തിലൂടെ തന്റെ ജീവിതം കഴിച്ചുകൂട്ടിയ ഒരു പിതാവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ശരീരത്തിൻ്റെ സുഖസൗകര്യങ്ങളോ ദീർഘമായ ഉറക്കമോ ശരീരത്തിൻ്റെ ക്ലേശമോ ഒന്നുമല്ല അവർ വിലമതിച്ചത്. അവർ ദൈവസംസർഗത്തിന് വേണ്ടി ത്യാഗനിർഭരമായ ജീവിതം നയിച്ചു. ഈ ആഴ്ചയിൽ ബർസോമ പിതാവിൻ്റെ പെരുന്നാളായിരുന്നല്ലോ. ആ ബർസോമ പിതാവിനെ പറ്റി പറയുന്നത് ഇത് തന്നെയാണ്. അനേക വർഷങ്ങൾ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദീർഘമായ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച പുണ്യപിതാവ്. ഇങ്ങനെയുള്ള ഒരു വലിയ സംഘമാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ തേവലക്കര പ്രദേശത്തിന് ലഭിച്ച വലിയ ദൈവ അനുഗ്രഹമാണ് നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ പുണ്യപിതാവ് ഈ ദേശത്തേക്ക് വരുന്നതിന്. നമ്മുടെ പൂർവികരായിരുന്ന അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ ആ പുണ്യപിതാവിനെ സ്വീകരിക്കുകയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ആ പിതാവ് ഈ പ്രദേശത്ത് തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകൾ കഴിക്കുകയും ഇവിടെ കവറടങ്ങി. നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ആ പുണ്യപിതാവിൻ്റെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ, അനുഗ്രഹത്തിൻ്റെ വലിയ നീർച്ചാൽ അനുഭവിക്കുന്നതിന് നമുക്കെല്ലാവർക്കും ദൈവം ഇടയാക്കുന്നു. ഈ വർഷത്തെ ഈ പെരുന്നാളിൽ, ഈ സന്ധ്യയിൽ നിങ്ങളൊപ്പമായിരിക്കുന്നതിന്, ഈ പെരുന്നാളിൽ സന്ധ്യ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന്, അല്പസമയം ദൈവവചനത്തിൽ നിന്നും ധ്യാനിക്കുന്നതിന് ലഭിച്ച അവസരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട വികാരി അച്ഛനെയും ഇടവകയുടെ ചുമതലക്കാരെയും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അഭിനന്ദനായ തെവദോസ്തിനോടൊപ്പം ചേർന്ന് ഈ സന്ധ്യാനമസ്കാരത്തിൽ പങ്കെടുത്ത് നാടിൻ്റെ നാനാദേശങ്ങളിൽ നിന്ന് വന്നെത്തിയ തീർത്ഥാടകരുടെയും ഭക്തജനങ്ങളുടെയും കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ലഭിച്ച വലിയ ദിവസത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും മാറാബോ പിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥത ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്നവർക്കും ഒരുപക്ഷെ ശരീരപ്രകാരം ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിക്കാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഭക്തിപൂർവ്വം നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവർക്കെല്ലാം ആ പുണ്യപിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥത അനുഗ്രഹവും കോട്ടയും മധ്യസ്ഥതയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.